എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഉള്ളിവടയുടെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരോ പുതുതായിട്ട് കാണുന്നവരോ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മുടെ ഈ ഒരു ഉള്ളിവട തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ഈസ്റ്റാണ്. ചെറിയ തരിയുള്ള ഈസ്റ്റ് ആയതുകൊണ്ടാണ് നേരിട്ട് ചേർത്ത് കൊടുക്കുന്നത്. വലിയ തരിയുള്ള ഡ്രൈഡ് ഈസ്റ്റ് ആണെങ്കിൽ ചെറു ചൂടുവെള്ളത്തിൽ അല്പം പഞ്ചസാരയും ഈസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് 10 മിനിറ്റ് ഫെർമെൻറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് കൈ ഉപയോഗിച്ച് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് മാവൊന്ന് കുഴച്ചെടുക്കണം. ആദ്യമേ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ച് വേണം മാവ് കുഴച്ചെടുക്കാനായിട്ട്. നമുക്ക് ഒരുപാട് ലൂസായിട്ടുള്ളൊരു മാവല്ല വേണ്ടത്, എന്നാൽ കയ്യിലൊക്കെ അല്പം ഒട്ടുന്ന ആ ഒരു പരുവത്തിൽ വേണം മാവ് കുഴച്ചെടുക്കാനായിട്ട്. അപ്പം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് മാവൊന്ന് കുഴച്ചെടുക്കാം. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ മാവ് കുഴച്ചെടുക്കാനായിട്ട്. ഇതുപോലെ കയ്യിലൊക്കെ അല്പം ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ. അതുപോലെ സാധാ വെള്ളമാണ് കേട്ടോ ഞാൻ മാവ് കുഴയ്ക്കാനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത്. നമ്മൾ മാവ് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ 1 മിനിറ്റും കൂടെ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം, നല്ല സോഫ്റ്റായിട്ട് മാവൊന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഉള്ളിവടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ വലിയൊരു സവോള ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 1 കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. മുളക് നമ്മുടെ ഓരോരുത്തരുടെ എരിവനുസരിച്ച് എടുക്കുക. ഇനി ഇതെല്ലാം കൂടി കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഞെരടി എടുക്കണം. ആ ഉള്ളിയെല്ലാം ഓരോന്നായിട്ടൊന്ന് വിട്ട് വരണം. അതിനുശേഷം നമുക്കിതെല്ലാം കൂടി നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ ഉള്ളിയും മുളകും എല്ലാം മാവിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ. അങ്ങനെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ഈ മാവൊന്ന് പൊളിച്ച് പൊങ്ങി കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിത് അടച്ചൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ അത്യാവശ്യം ചൂടുള്ള സ്ഥലമാണെങ്കിൽ നമുക്ക് അത്ര സമയമൊന്നും വേണ്ടി വരത്തില്ല. അപ്പോൾ എനിക്ക് അല്പം സമയം കുറവായതുകൊണ്ട് ഒരു 1.5 മണിക്കൂർ അടുത്തേ വെക്കാനായിട്ട് പറ്റുകയുള്ളൂ. എന്നിട്ട് മാവ് ആവശ്യത്തിന് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ എന്താ കണ്ടോ, നമ്മുടെ മാവ് പുളിച്ചിട്ട് കുറച്ചും കൂടെ സോഫ്റ്റ് ആവുകയും അതുപോലെ കുറച്ചും കൂടെ ലൂസ് ആവുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യമേ ഒരുപാട് വെള്ളം ഒഴിച്ച് മാവ് ലൂസായിട്ട് കുഴച്ച് കഴിഞ്ഞാൽ ഇത് പുളിച്ച് പൊങ്ങി അതുപോലെ ഈ ഉള്ളിയിലെ വെള്ളവും കൂടിയൊക്കെ ആയി കഴിയുമ്പോൾ മാവ് കുറച്ച് അധികം ലൂസായി പോകും. പിന്നെ നമുക്കിത് നല്ല രീതിയിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റത്തില്ല. ഇനി നമുക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്നും കൂടി ഒന്ന് കുഴച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വടയുണ്ടാക്കിയെടുക്കാം. ഇനി വട ഉണ്ടാക്കാനായിട്ട് കൈ ഒന്ന് വെള്ളത്തിൽ നനച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മാവ് കയ്യിലെടുത്തിട്ട് ഇതുപോലെ ഒന്ന് റോള് ചെയ്തെടുക്കുക. എന്നിട്ട് തള്ളവിരൽ ഉപയോഗിച്ച് ഒരു ഹോളും കൂടെ ഇട്ടിട്ട് നമുക്കിത് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. വട ഇട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ പുറംഭാഗമൊക്കെ പെട്ടെന്ന് കളറ് മാറിയിട്ട് ഉള്ളു വേകാതെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഒരു വശം കളറ് മാറിയതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് നല്ലൊരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്കിത് കോരിമാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഉള്ളിവട നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പുറഭാഗം ക്രിസ്പി ആയിട്ട് ആകെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ ഈ ടൈപ്പ് ഉള്ളിവട ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കഴിയുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. മറക്കാതെ തന്നെ ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Thanks for watching.